കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. അവൻ തന്നെ പൊന്നു ഗുരുവായൂരപ്പന്റെ മുന്നിൽ മനസ്സാ നമസ്കരിക്കുന്നു. നമ്മൾ ഇന്ന് നാരായണീയം പാരായണത്തിന്റെ നാലാമത്തെ സെഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദശകം 2 1 മുതൽ 5 വരെ ശ്ലോകങ്ങൾ ചൊല്ലി പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതിനു മുന്നേ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷെയർ ചെയ്യാൻ സ്ക്രീൻ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാ ശംഖാരിപങ്കേരുഹാം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ
करमपि च ते पूजनविधौ भवन्मूर्त्यालोके नयनम् अथ ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रीहरे नमः गोपिका जीवनस्मरणं ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ദശകം 2 ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ഒന്ന് ചൊല്ലിയിട്ട് ആറാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ആദ്യത്തെ ശ്ലോകം ജീന ചേച്ചി. സൂര്യ ചേച്ചി മ്യൂട്ടായി പോയി. കേക്കാം. കേക്കാം. सूर्यस्पर्तिकिरीटमूर्ततिलकप्रोद्भासि फालान्तरम् कारुण्याकुलनेत्रमार्तहसितोल्लासं सुनासापुडं गण्डोदन्मकरापकुण्डलयुगं कण्डोजलत्कौस्तुभम् त्वद्रूपं वनमाल्यहार्यपडल ശ്രീവത്സദീപ്രം ഭജേ. ഓക്കെ, നിഖില ചേച്ചി രണ്ടാമത്തെ ശ്ലോകം. കേയൂരാംഗദ കങ്കണോത്തമമഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദ ഗദാ ശങ്കാരി പങ്കേരുഹാ കാഞ്ചിത് കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്വിതിപദാം മൂർത്തിം തവാർത്തിച്ചിദം. വിനീത ചേച്ചി മൂന്നാമത്തെ ശ്ലോകം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യത്രൈലോക്യമഹീയസോऽपि महिदं सम्मोहनं मोहनात् कान्दं कान्तिनिदानतोऽपि मधुरं माधुर्यदुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഉഷാന്റി നാലാമത്തെ ശ്ലോകം. നാരായണ തത്താദ്രിങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സംഭ്രന്മയീ സാ ദേവി പരമോത്സുകാചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ് അചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. ജീന ചേച്ചി അഞ്ചാമത്തെ ശ്ലോകം. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്തിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേ ശേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാം. കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവരും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കി പഠിക്കാം. ആറാമത്തെ ശ്ലോകം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിശ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം
വ്യാസിഞ്ജത്യഭിഷീദബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈः. അതിന്റെ പദം പിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഏവം ഭൂത മനോജ്ഞതാ നവസുധ നിഷ്യന്ത സന്തോഹനം ത്വത് രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചതി അപി ശീതബാഷ്പവിസരൈഃ ആനന്ദ മൂർച്ഛ ഉദ്ഭവൈഃ. ഒരു വട്ടം കൂടെ നോക്കാം. ഏവം ഭൂത മനോജ്ഞതാ നവസുധ നിഷ്യന്ത സന്തോഹനം ത്വത് രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചതി അപി ശീതബാഷ്പവിസരൈഃ ആനന്ദ മൂർച്ഛ ഉദ്ഭവൈഃ. നമുക്ക് ഓരോ ലൈനായിട്ട് നോക്കാം. ആദ്യത്തെ ലൈന് ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. രണ്ടാമത്തെ വരി ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. മൂന്നാമത്തെ വരി സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം. ലാസ്റ്റ് ലൈന് വ്യാസിഞ്ജത്യഭിഷീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. 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 ആ ശ്ലോകം മൊത്തത്തിലൊന്ന് ചൊല്ലാം. ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ജത്യഭിഷീദബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. ഈ ആറാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ രൂപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭക്തി എങ്ങനെയാണ് സ്വയം സംജാതമാകുന്നത് എന്നാണ് ഭട്ടതിരി വിവരിച്ചത്. ബ്രഹ്മാനന്ദമയവും മനോഹരവുമായ ഭഗവാന്റെ ദിവ്യരൂപം ഭഗവാന്റെ കഥാശ്രവണം ചെയ്യുന്നവരുടെ മനസ്സിനെ ആനന്ദ പരവശമാക്കി തീർക്കുന്നു. ശരീരത്തെ പുളകം കൊള്ളിക്കുകയും
അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന തണുത്ത കണ്ണീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭട്ടതിരി ഈ 6ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും നമുക്ക് 7ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ആദ്യം അർത്ഥം പറയാം. 7ാമത്തെ ശ്ലോകത്തിൽ ഇത് അടുത്ത 4 ശ്ലോകങ്ങൾ കൊണ്ട് ഭക്തിയുടെ മേന്മയാണ് ഭട്ടതിരി പറയുന്നത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെ 3 ഉപാധികളിൽ ഭക്തിയോഗമാണ് ഏറ്റവും വിശിഷ്ടവും ഉത്തമവുമായതെന്ന് വ്യാസഭഗവാൻ, നാരദർ തുടങ്ങിയ യോഗീശ്വരന്മാർ പാടി പുകഴ്ത്തി പോരുന്നു. സൗന്ദര്യമൂർത്തിയായ ഭഗവാനിൽ പ്രേമാതിശയമാകുന്ന രൂപത്തോടു കൂടിയ ഭക്തി സകല ജനങ്ങളാലും യാതൊരു പ്രയാസവും കൂടാതെ ലഭിക്കപ്പെടാവുന്നതാണ് എന്നാണ് ഭട്ടതിരി ഈ 7ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാദൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ. അതിന്റെ പദം പിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിതഃ യോഗഃ സ യോഗദ്വയാത് കർമ്മ ജ്ഞാനമയാത് ഭൃശോത്തമതരഃ യോഗീശ്വരൈഃ ഗീയത്തെ. സൗന്ദര്യ ഏക രസ ആത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷ ആത്മികാ ഭക്തിഃ നിശ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഒരു വട്ടം കൂടെ നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിതഃ യോഗഃ സ യോഗദ്വയാത് കർമ്മ ജ്ഞാനമയാത് ഭൃശോത്തമതരഃ യോഗീശ്വരൈഃ ഗീയത്തെ. സൗന്ദര്യ ഏക രസ ആത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷ ആത്മികാ ഭക്തിഃ നിശ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. അടുത്ത 3ാമത്തെ വരി. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. അവസാനത്തെ വരി. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഭക്തി
ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ. ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. एवं भूततया हि भक्त्यभिहितो योगः स योगद्वयात् कर्मज्ञानमयात् भृशोत्तमतरो योगीश्वरैर्गीयते. सौन्दर्यैकरसात्मके त्वयि खलु प्रेम प्रकर्षात्मिका भक्तिर्निश्रममेव വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ. നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ശ്ലോകത്തില് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗം എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നാണ് ഭട്ടതിരി നമ്മളടുത്ത് പറയുന്നത്. കർമ്മയോഗം എന്നത് ഫലപ്രതീക്ഷയില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക എന്നതാണ്. അത് വളരെ കാലം കഴിഞ്ഞു മാത്രമേ ഫലം നൽകുന്നതുള്ളൂ. അതുപോലെ തന്നെ ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനം നേരിട്ട് അനുഭവിക്കാൻ എളുപ്പമല്ല, മനസ്സിൽ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എപ്പോഴും അനുഭവിക്കാൻ എളുപ്പവും ശ്രേഷ്ഠവും എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഈ ശ്ലോകം നോക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. പദം വിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നിഷ്കാമം നിയത സ്വധർമ്മ ചരണം യത് കർമ്മയോഗ അഭിധം തത് ദൂരേത്യ ഫലം യത് ഉപനിഷത് ജ്ഞാന ഉപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത് പ്രേമാത്മക ഭക്തിഃ ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഒരു വട്ടം കൂടെ നോക്കാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗ അഭിധം തത് ദൂരേത്യ ഫലം യത് ഉപനിഷത് ജ്ഞാന ഉപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭു ത്വത് പ്രേമാത്മക ഭക്തിഃ ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഓരോ വരിയായിട്ട് നോക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം. രണ്ടാമത്തെ ലൈന്. തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. മൂന്നാമത്തെ വരി. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ തത്വവ്യക്തതയാ
അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ. ആദ്യത്തെ വാക്ക് തത് തു അവ്യക്തതയാ, അതാണ് സ്പ്ലിറ്റ് വരുന്നത്. അത് ചേർത്ത് വരുമ്പം തത്വവ്യക്തതയാ സുദുർഗമതരം. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ലാസ്റ്റ് ലൈന് त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी. त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी. त्वत्प्रेमात्मकभक्तिरेव सततं സ്വാദീയസി ശ്രേയസി. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നമുക്ക്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ. त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी ശ്രേയസി. ഇനി നമുക്ക് അടുത്ത 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 9ാമത്തെ ശ്ലോകത്തില് കർമ്മയോഗവും ജ്ഞാനയോഗവും എന്തുകൊണ്ടാണ് ദുഷ്കരമാണെന്ന് പറയുന്നത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ വളരെയധികം ബുദ്ധിമുട്ടി കർമ്മങ്ങളെല്ലാം ചെയ്ത് ദോഷങ്ങളെല്ലാം നശിച്ച് മനഃശുദ്ധി വന്നിട്ട് ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരും. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഭട്ടതിരി ഇതിൽ ചോദിക്കുന്നത്. മറ്റു ചിലരാകട്ടെ വേദാന്ത മാർഗത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് മനസ്സിന് ശുദ്ധി വരാതെ ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെ അഥവാ ബ്രഹ്മത്തെ ധ്യാനിച്ച് അനേകം ജന്മാന്തരങ്ങളെ കൊണ്ട് മാത്രം മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർജ്യന്മലാഃ ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി കിം താവത. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ. ചിത്താദ്രത്വമൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. പദം പിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതി ആയാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഃ ബോധേ ഭക്തിപദേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവത. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മ ആഖ്യം അന്യേ പുനഃ. ചിത്ത ആർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഒരു വട്ടം കൂടി നോക്കാം. അതി ആയാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഃ ബോധേ ഭക്തിപദേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവത. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മ ആഖ്യം അന്യേ പുനഃ. ചിത്ത ആർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഓരോ വരിയായിട്ട് നോക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാഃ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാഃ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാഃ. ഓക്കെ,
അടുത്ത ലൈൻ നോക്കാം. ബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവത. ബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവത. ബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവത. നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോവാം. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ലാസ്റ്റ് ലൈന്. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാഃ. ബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവത. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ. ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः. നമുക്ക് അവസാനത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ അവസാനത്തെ ശ്ലോകത്തിൽ ഭക്തിയോഗത്തിന് മുൻ പറഞ്ഞ പോലെ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഒക്കെ അതുപോലത്തെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമല്ല, അത് സ്വാഭാവികമായി പ്രയത്നം കൂടാതെ കൈവരും എന്നുള്ളൊരു മേന്മയും കൂടെ ഭക്തിയോഗത്തിനുണ്ട് എന്ന് ഭട്ടതിരി പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകുന്നത് കൊണ്ട് താനേ വന്നു ചേരുന്നതാണ് ഭഗവത് ഭക്തി എന്ന് പറയുന്നു. ആ ഭഗവത് ഭക്തി ശുദ്ധ ബ്രഹ്മജ്ഞാനത്തെ യാതൊരു പ്രയാസവും കൂടാതെ വെളിപ്പെടുത്തി തരുന്നതും ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോകുന്നതുമായി വിജയിച്ചരുളുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്ന് മാത്രം വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശദസ്തൻവതി. സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. പദം തിരിക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. ത്വദ്ഭക്തിഃ തു കഥാരസ അമൃതച്ഛരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീ അക്ലേശതഃ തൻവതി. സദ്യഃ സിദ്ധികരീ ജയതി ഐ വിഭോ സഹ ഏവ അസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസ ആർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഒരു വട്ടം കൂടി നോക്കാം. ത്വദ്ഭക്തിഃ തു കഥാരസ അമൃതച്ഛരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതഃ തൻവതി. സദ്യഃ സിദ്ധികരീ ജയതി
अयि विभो सः एव अस्तु मे त्वत्पद പ്രേമ പ്രൗഢി രസ ആർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഓരോ വരിയായിട്ട് നോക്കാം. त्वद्भक्तिस्तु कधारसामृदझरी निर्मज्जनेन स्वयं. त्वद्भक्तिस्तु कधारसामृदझरी निर्मज्जनेन स्वयं. त्वद्भक्तिस्तु कधारसामृदझरी निर्मज्जनेन स्वयं. അടുത്ത ലൈന്. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശദസ്തൻവതി. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശദസ്തൻവതി. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശദസ്തൻവതി. മൂന്നാമത്തെ വരി. സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ. സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ. സദ്യസിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ. ലാസ്റ്റ് ലൈന്. പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ആ ശ്ലോകം ഒന്ന് നോക്കാം. त्वद्भक्तिस्तु कधारसामृदझरी निर्मज्जनेन स्वयं. सिद्ध्यन्ति विमलप्रबोधपदवीम् अक्लेशदस्तन्वती. सद्यसिद्धिकरी जयत्ययि विभो सैवास्तु मे त्वत्पद. प्रेम प्रौढिरसार्द्रता द्रुततरं वातालयाधीश्वर. श्रीहरे नमः. गोपिका जीवनस्मरणं गोविन्द गोविन्द. പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ രണ്ടാമത്തെ ദശകം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നാരായണ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ദശകം സ്റ്റാർട്ട് ചെയ്യാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണ.